ഉണ്ടാക്കുക എന്നതാണോ ജോലിയുടെ ലക്ഷ്യം? തീർച്ചയായിട്ടും പണം ഉണ്ടാക്കുക എന്നുള്ളതും ഒരു ലക്ഷ്യമാണ്. ഇപ്പം ഒരു ജോലി ചെയ്യുന്നതിന് ഇത്ര മണിക്കൂർ, അതായത് 9 മണി മുതൽ 5 മണി വരെ ജോബ് അല്ലെ 9:30 മുതൽ 6 മണി വരെ ജോബ്, ഈ സ്റ്റൈല് മാറുന്നുണ്ടോ ആൾക്കാരുടെ? തീർച്ചയായിട്ടും മാറിയിട്ടുണ്ട് ഒരുപാട്. കാലഘട്ടത്തിനനുസരിച്ചിട്ട് ആദ്യം അഗ്രികൾച്ചർ ആഗ്രോ ബേസ്ഡും ഒക്കെ ആയിട്ടുള്ള ജോബ്സ് ആയിരുന്നു. അപ്പം നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ 4 മാസത്തിലൊരിക്കലാണ് ഇൻകം ആയാലും റെമ്യൂണറേഷൻ ആയാലും നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നിരുന്നത്. അവിടുന്ന് മാറിയിട്ട് നമ്മൾ 9 to 5 ഒരു ജോബിനെ ഒതുക്കിയിട്ട് അവിടുന്ന് ഇൻകം സമ്പാദിക്കാൻ തുടങ്ങി. ഇപ്പം അതിൻ്റെ ആവശ്യമുണ്ടോയെന്നാണ്. അത് ഒരു തിയറി ഉണ്ട്, ലെഷർ ഹണ്ട് എന്ന് പറയുന്ന തിയറി. എല്ലാ ഒരു മാർക്കറ്റിംഗ് സെക്ടറിലും അല്ലെങ്കിൽ പ്രൊഫഷണൽ സെക്ടറിലോ എല്ലാ സെക്ടറിലും നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുന്ന ഒരു തിയറിയാണ് ലെഷർ ഹണ്ട് എന്ന് പറയുന്ന തിയറി. ഈ തിയറി വന്നതോട് കൂടിയിട്ട് നമുക്ക് ഒരുപാട് മാറ്റം ലെഷർ ഹണ്ടിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് സ്ട്രെസ് മാനേജ്മെൻറ്റിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് വലിയ വലിയ കോർപ്പറേറ്റ്സ് അവരുടെ എംപ്ലോയീസിന് വേണ്ടി അവിടെ കുറച്ച് സമയം, ഈ 9:30 മുതൽ 5 മണി വരെയുള്ള സമയത്ത് കുറച്ച് സമയം അവർ സ്ട്രെസ്ഡ് ആവുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് പോയി ഒരു ഗെയിം കളിച്ചിട്ട് തരും, അല്ലെങ്കിൽ ഒരു ഭക്ഷണം കഴിച്ചിട്ട് തരും, നിങ്ങളൊന്ന് ഡാൻസ് ചെയ്തിട്ട് ഒരു എക്സസൈസ് ചെയ്തിട്ട്. ഇപ്പം എനിക്കൊന്ന് ഒരു ഗൂഗിൾ ഓഫീസിൽ ഒരു അതിൻ്റെ എംപ്ലോയിയുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന ഒരു വീഡിയോ യൂട്യൂബിൽ കിടപ്പുണ്ട്. അത് രാവിലെ പുള്ളിക്കാരി ജിമ്മിൽ പോയിട്ട് നേരെ ഓഫീസിലേക്ക് വരുന്നു. ഓഫീസിൽ പോയി ഫ്രഷ് ഷവർ ചെയ്തിട്ട് അവിടെ ഭക്ഷണം അവിടെ നിന്ന് തന്നെ ഭക്ഷണം ഹെൽത്തി ഭക്ഷണം കഴിക്കുന്നു. ദെൻ അവിടെ ജോലിക്ക് കയറുന്നു. ഒരു 11 മണിയാകുമ്പോഴത്തേക്ക് പുള്ളിക്കാരി പോയി ജിമ്മിൽ പോകുന്നു, അല്ലെങ്കിൽ ഗെയിംസ് എന്തെങ്കിലും കളിക്കുന്നു, പിന്നെ പോയി റിഫ്രഷ്ഡ് ആയിട്ട് വരുന്നു. ആ സ്റ്റൈലിലേക്ക് മാറി. അതായത് നമ്മുടെ സ്ട്രെസ്, ജോലിയിലുണ്ടാകുന്ന സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ ആ കമ്പനി നോക്കുകയാണ്. അപ്പം ഈ ജോലിയുടെ കൾച്ചറും മാറി, ആ എംപ്ലോയിയുടെ രീതികളും മാറി, ആ റൊട്ടീൻ മാറി. അപ്പോൾ ഇതൊക്കെ ഇനിയും ഇപ്പം ചിലവരുണ്ട്, ഇപ്പോൾ യൂബറൊക്കെ ഓടിക്കുന്ന ആൾക്കാർ, ഒരു ദിവസം ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അവരോട് സംസാരിക്കുമ്പോൾ ഒരു ഡ്രൈവർ പറഞ്ഞു, ഒരു ദിവസം എങ്ങനെ പോയാലും 1000 രൂപയൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് വെച്ചു. 1000 രൂപ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ 30 ദിവസം ഓടിച്ചു കഴിഞ്ഞാൽ, അപ്പം പറഞ്ഞാൽ അല്ല 30 ദിവസം നമ്മൾ ഓടത്തില്ല. അതെന്താ? ഞാൻ ഒരു ദിവസം ഒരു 2 മണിക്കൂർ ഓടും, അല്ലെ 3 മണിക്കൂർ ഓടും. 3 മണിക്കൂർ ഓടിയ 1000 രൂപ. അങ്ങനെ തന്നെയല്ലേ ഉണ്ടായത്. നമുക്കിപ്പം കൊറോണ വന്നു, പോസ്റ്റ് കൊറോണ പീരീഡ് എന്ന് പറയുന്ന ഒരു അല്ലെങ്കിൽ കൊറോണ പീരീഡിലാണ് ഈ ഒരു വിപ്ലവം വരുന്നതേല്ലോ. അപ്പം മെറ്റ എന്ന് പറയുന്ന ഒരു കമ്പനി യൂട്യൂബ് ജനറേറ്റഡ് ആവുന്നു, ഇൻകം ജനറേറ്റഡ് ആവുന്നു. അപ്പം പക്ഷെ അതിലും ട്രോമ ഉണ്ടായിരുന്നു. ഒത്തിരി അമ്മാവൻ സൈക്കോകൾ ഇഷ്ടം പോലെ ഉണ്ട്, അങ്ങനെ തന്നെ പറയേണ്ടി. ഏറ്റവും കുറവ് ജോലി ചെയ്ത് കൂടുതൽ പൈസ ഉണ്ടാക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് എല്ലാവരും. അങ്ങനെയാ. ഇപ്പൊ യൂബറിന്റെ കാര്യം പറഞ്ഞില്ലേ, യൂബർ ഓടിക്കുന്ന ഒരാള് ഉച്ചവരെയൊക്കെ കിടന്നുറങ്ങി റിലാക്സ് ഒക്കെ ചെയ്ത് ഉച്ച കഴിഞ്ഞിട്ടാണ് വണ്ടി എടുത്ത് ഇറങ്ങുന്നത്. 3-4 മണിക്കൂർ ഓടിച്ചിട്ട് കിട്ടുന്ന പൈസ കൊണ്ട് അടിച്ചു പൊളിക്കുക, സാറ്റിസ്ഫൈ തിയറിയാണ് അത്. ലെഷർ ഹണ്ട് എന്ന് പറയുന്നത് ഫാമിലിക്ക് ഒരു ടൈം കൊടുക്കുക, നിങ്ങൾ ജോബിനൊരു ടൈം കൊടുക്കുക. അങ്ങനെ ആയാലേ നിങ്ങൾക്ക് സ്ട്രെസ് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാവർക്കും തുല്യമായിട്ടുള്ള ടൈം കൊടുക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് എത്തിയിട്ടുണ്ട് എല്ലാവരും. അതുപോലെ തന്നെ ഈ അമ്മാവൻ സൈക്കോ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, സിൻഡ്രോം എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനെ ഇതാക്കിയിട്ടുള്ള ആൾക്കാർ ഇതിലേക്ക് ട്രോമ ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ, ഇപ്പം DQനോട് അല്ലെങ്കിൽ ദുൽഖർ സൽമാനോട് പോയിട്ട് ചോദിക്കുകയാണ്, നിങ്ങളെന്താ അവിടെ കിടക്കുന്നത്, ഇനി പുതിയ സിനിമയൊന്നും ഇല്ലേ? അവ ആ ഒരു ഇതിലേക്ക്, അത് അമ്മാവൻ സൈക്കോ ഉണ്ടാണോ എന്ന് എനിക്കറിയില്ല, ഞാൻ പക്ഷെ എവിടെയോ വായിച്ചു. പക്ഷെ എനിക്ക് പെട്ടെന്ന് ഓടിയത്, അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? അവർ അത്രയും കാലത്തേക്ക്, നിങ്ങൾക്ക് എത്ര കാലത്താണോ നെക്സ്റ്റ് പ്രൊജക്റ്റ് വരുന്നത് അതുവരെ ഉള്ളത് സമ്പാദിച്ചിട്ട് ഇട്ടിട്ടുണ്ട്. അതിൽ നിന്ന് അങ്ങനെയൊരു കാഴ്ചപ്പാടിലേക്ക് ഭീകരമായിട്ട് മാറുന്നു. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, നമ്മുടെ യൂബറിന്റെ കാര്യം പറഞ്ഞപ്പോഴും അത് ഒരു രാവിലെ ഒരു 10 മണി മുതൽ വൈകുന്നേരം ഒരു 4 മണി വരെ വേണമെങ്കിൽ ഓടാം, പക്ഷെ ഓടത്തില്ല. ഈ ഉച്ച കഴിഞ്ഞ് 4 മണിക്കൂർ ഓടത്തും. ഞാൻ ആലോചിച്ചു 1000 രൂപ ആ 3 മണിക്കൂർ അയാൾ ഉണ്ടാക്കുന്ന സ്ട്രെസ് നമുക്കും തരുന്നവരുണ്ട്. ഈ സ്ട്രെസ് എന്നെ പോലെയുള്ള, അതായത് ഞാൻ എന്നെ പുകഴ്ത്തി പറയില്ല എങ്കിലും ഞാൻ പറയുന്നു, എന്നെ പോലെയുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള അഡ്വക്കേറ്റ്സിന് അല്ലെങ്കിൽ പ്രൊഫഷണലായിട്ടൊരു ജോബ് ചെയ്യുന്ന ആൾക്കാർ, അവർ സിവിൽ ഡ്രസ്സിൽ വന്നിട്ട് മോസ്റ്റ് ഓഫ് ഡേയ്സ് നിങ്ങൾ കാണുന്നത് എന്നെ സിവിൽ ഡ്രസ്സിലായിരിക്കും. അപ്പം നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യം, കേസൊന്നുമില്ല വക്കീലേ, പക്ഷേ കേസില്ലാണ്ട് എനിക്ക് ജീവിച്ച് പോകാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് തന്നെയാണ് പൂർണ്ണ ബോധ്യം. നിങ്ങൾ ആരും റേഷൻ കാർഡ് മാറ്റിയിട്ട് എനിക്ക് തരുന്നുമില്ല. സോ എൻ്റെ ജീവിതം എനിക്ക്, അപ്പം ഞാൻ സമ്പാദിച്ചിട്ടിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ ഈ വേഷത്തിലും സമ്പാദിച്ചാൽ മേ ബി സമ്പാദ്യം എന്ന് പറയുന്നത്, അതെൻ്റെ കൺസെപ്റ്റ് മാറി. യൂണിഫോം ഇട്ട് നിന്നാൽ മാത്രമല്ല സമ്പാദിക്കാൻ പറ്റും. മൾട്ടിനാഷണൽ കമ്പനീസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ബാങ്കിങ് പ്രൊഫഷണൽസ്, അവർക്കൊക്കെ ഭയങ്കര ഹെക്ടിക് ആയിട്ടുള്ള ജോബാണ്. അവർക്ക് ഈ പറഞ്ഞ പോലെ സ്വാതന്ത്ര്യമൊന്നുമില്ല. രാവിലെ 9 മണിക്ക് ചെന്നാൽ 8-9 മണി രാത്രി ആകുമ്പോഴേക്കും ഇവർക്ക് റിലേ വരുന്നത്. അപ്പോൾ ഈ കണ്ടിന്യൂസ് ഒരു 5-6 ദിവസം വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർക്ക് കമ്പനി തന്നെ ഒരു സൺഡേ അങ്ങനെ ഔട്ടിങ്ങിന്
വിടുകയാണ്. ഫുൾ എക്സ്പെൻസസ് ആയതും ഏതെങ്കിലും ഒരു സ്റ്റാർ ഹോട്ടലിൽ പോയിട്ട് നിങ്ങൾ ഒരു ഡേ അല്ല, കമ്പനി മറ്റേ മാൽദീവ്സിലേക്ക് 5 ദിവസം ടൂർ അങ്ങനെ പാക്കേജ് ഒക്കെ എടുത്തിട്ട് വൈഫിനും കുട്ടികൾക്കും കൂടെ പോകാം. അങ്ങനെ എന്റർടൈൻ ചെയ്യുന്ന ഒരുപാട് ലെഷർ ടൈംസ് കൊടുക്കാൻ കമ്പനികളായാലും അങ്ങനെ സ്ട്രെസ് മാനേജ്മെന്റ് ഒരുപാട്. ഒരു ജോബ് ഇപ്പം കൃഷിയാണെങ്കിലും ഒരു കൃഷി ചെയ്ത് അയാൾ ഇപ്പം കപ്പ കൃഷി നടത്തുകയാണെങ്കിൽ കപ്പ കൃഷി ആയിരിക്കും അയാൾ ചെയ്തുകൊണ്ടിരിക്കുക. അതേസമയം വേറൊരു കൃഷി അയാൾ ചെയ്യൂല. പക്ഷെ ഇപ്പം മൾട്ടിപ്പിൾ സോഴ്സിൽ നിന്ന് ഇൻകം ഉണ്ടാക്കുക എന്നുള്ള ഒരു സംഭവം കൂടെ ഉണ്ട്. അപ്പം ഇപ്പം ഉള്ള ആൾക്കാരെല്ലാം ഫിനാൻഷ്യലി നമ്മളെ ഗൈഡ് ചെയ്യുന്നവരെല്ലാവരും പറയുന്നത് നമുക്ക് മൾട്ടിപ്പിൾ റിസോഴ്സസ് പണ്ടും മൾട്ടി ടാലന്റഡ് ആയിരുന്നു. പക്ഷെ നമ്മൾ ഒരു ജോബ് വേണമല്ലോ എന്നും പറഞ്ഞിട്ട് ഒരു ജോബിനെ ആ മൾട്ടി ടാലന്റിലുള്ള ഒരു ജോബിനെ നമ്മൾ ഫാർമറിനോ കൂലിന്നോ അങ്ങനെ. എൻ്റെ വീട്ടിൽ പണ്ട് മുതലേ ഫാദർ രാവിലെ ജോലിക്ക് പോയി കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ഒരു ലെഷർ ടൈം കിട്ടുമ്പോൾ അദ്ദേഹം വെറുതെ ഇരിക്കുന്നില്ല. അദ്ദേഹം ഈ പറയുന്ന പോലെ അടക്ക പൊളിച്ചിട്ട് വിൽക്കുന്നു, തേങ്ങ പൊളിച്ചിട്ട് വിൽക്കുന്നു. അങ്ങനെ മൾട്ടിപ്പിൾ ഇൻകം പണ്ട് മുതലേ നമ്മളെ വീട്ടിലും കൊണ്ടുവരുന്നു. പക്ഷെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികളെ സംബന്ധിച്ചില്ലേ, അവർ മൾട്ടിപ്പിൾ ഇൻകം അല്ല അവർ ഉദ്ദേശിക്കുന്നത്. അവർക്ക് കുറച്ച് ജോലി ചെയ്ത് കൂടുതൽ പൈസ ഉണ്ടാക്കാന്ന. ഫ്രീ ടൈം ഒക്കെ വെറുതെ ഇങ്ങനെ ഇരുന്ന് കളയാം. അവർക്ക് അറിയാം ഈ സമയം കൂടി വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അഡീഷണൽ പൈസ കിട്ടും. പക്ഷെ ചെയ്യില്ല. വേറെ കാര്യമുണ്ട്. ഈ ആൾക്കാരുടെ പോയിന്റ് ഓഫ് വ്യൂ, പണ്ടൊക്കെ നമ്മൾ വീട്ടിൽ ആരെങ്കിലും മൊബൈലിലോ അല്ലെങ്കിൽ ഗെയിമോ അല്ലെങ്കിൽ ടി വിയോ കളിക്കാനോ പോയി കഴിഞ്ഞാൽ നീ കളിച്ച് സമയം കളയല്ലോ എന്ന് പറയും. പക്ഷെ ഇപ്പോൾ ഒരു ഒരു ഗെയിമർ ആയിട്ട് ലോഞ്ച് ആകുകയാണെങ്കിൽ അയാൾക്ക് ലക്ഷങ്ങളാണ് സാലറി. യൂട്യൂബ് ചാനലിൽ വെച്ച് ആ ഗെയിമിങ് സ്റ്റൈല് അല്ലെങ്കിൽ ഗെയിം പ്ലേ യൂട്യൂബിൽ കൂടെ കാണിച്ച് വ്യൂഷിപ്പ് ഉണ്ടാക്കുന്ന ആൾക്കാർ കൂടുതലാണ്. അപ്പോൾ ഈ ജോലി എന്നൊരു സാധനം വൈറ്റ് കോളർ ജോബെന്നോ അല്ലെങ്കിൽ കൃഷിയെന്നോ അല്ലെങ്കിൽ ബിസിനസ് എന്നോ മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന മലയാളിയുടെ മുന്നിൽ ഇപ്പം നിരവധി ഓപ്ഷൻസ് ആണ്. അപ്പം ഇത് മാത്രം ചെയ്താൽ എനിക്ക് ജോലി ആകത്തുള്ളൂ. ഇപ്പം എത്രയോ കുട്ടികളുണ്ടെന്നറിയോ, എന്ന് വെച്ചാൽ രാവിലെ 2 മണിക്കൂർ സ്ട്രീം ചെയ്യും. 2 മണിക്കൂർ സ്ട്രീം ചെയ്യുന്നു. ആ 2 മണിക്കൂർ കഴിഞ്ഞ് ബാക്കി വൈകുന്നേരം വരെ ഫ്രീ ആ എല്ലാ കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് 4 മണി മുതൽ അതിന് ഒരു തലത്തിൽ നോക്കിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ചെയ്യാതെ അവരെ ബാഡ് ഇഫക്ട്സിലേക്കൊന്നും കൊണ്ടുപോകാതിരുന്നു കഴിഞ്ഞാൽ ഒരു വിധത്തിൽ നോക്കുമ്പോൾ വളരെ നല്ലതാണ്. ചെറിയ പ്രായത്തിലെ ഇൻകം കിട്ടുന്നു. ചെറിയ പ്രായത്തിലെ നമ്മൾ ജീവിക്കാൻ നമ്മളുടേതായിട്ടുള്ള ഇൻകം സമ്പാദിക്കുന്നതിൻ്റെ ഒരു ഫ്രീഡം ഓഫ് ഫിനാൻസ് എന്ന് പറയുന്ന ആ ഒരു തലത്തിലേക്ക് വളർന്നു വരുന്നു. അങ്ങനെ പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും ജെൻസി കിഡ്സിനൊക്കെയാണ് ഉള്ളത്. പക്ഷെ ഇപ്പോഴും കല്യാണ മാർക്കറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ ചെറുക്കന് സർക്കാർ ജോലി വേണമെന്ന് വാശി പിടിക്കുന്ന ആൾക്കാരും ഉണ്ട്. മാട്രിമോണിയിൽ വരുമ്പോ ജോബിന് ഇപ്പം ഒന്നിപ്പോ ഒരു ഇൻഫ്ലുവൻസർ ആണ് അല്ലെങ്കിൽ ഒരു ഗെയിമർ ആണെന്നൊക്കെ പറയുമ്പോഴും മാരേജ് എപ്പോഴും പറയാൻ പറ്റത്തുള്ളൂ. മാരേജ് സക്സസ് ആവുന്നില്ല, പിന്നെയല്ലേ ഇത് സക്സസ് ആവുന്നത്. ഇവിടെ മാരേജിൽ എപ്പോഴും ഈ ജോബിനെ കൺസിഡർ ചെയ്യുന്നത് അത് സ്റ്റെബിലിറ്റി ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നുള്ളത് നോക്കുന്നത്. മാരേജേ സ്റ്റെബിലിറ്റി ഇല്ലാത്തതാവുന്നത് കൊണ്ട് അതിലേക്ക് അത് നോക്കണോ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ഇനി ചോദിക്കേണ്ടിയിരിക്കുന്നത്. മാരേജിന് ഇത്ര കാലം നിങ്ങൾ എന്റെ കൂടെ നിൽക്കും എന്നുള്ളത് എഴുതി കൊടുക്കേണ്ടിയിരിക്കും. ഒരു സർക്കാർ ജോലിക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാൾ LD ക്ലർക്കായിട്ട് എൻട്രി നടത്തുമ്പോൾ അയാൾക്ക് കിട്ടുന്ന ബേസിക് സാലറി എന്ന് വെച്ചാൽ എല്ലാം കൂടി കയ്യിൽ ഒരു 25,000 രൂപയാണ് കിട്ടുന്നത്. പക്ഷെ സൊസൈറ്റിയിലുള്ള ഒരു ഡിമാൻഡ് വേറെയാണ്. ആകെ 25,000 രൂപ കിട്ടുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണോ 1 ലക്ഷം കയ്യിൽ കിട്ടണ ഈ പറഞ്ഞ പോലെ ഗെയിം കളിക്കുന്നവനാണോ സ്റ്റാറ്റസ്? പക്ഷെ സ്റ്റെബിലിറ്റി ഓഫ് ഇൻകം അത് ആ പോയിന്റിലാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ വൺസ് ഒരു 2 ദിവസം അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു ഗെയിമർ, ഞാനൊരു ഗെയിമറാണ്. ഞാൻ അത്യാവശ്യം പൈസ ഏൺ ചെയ്യുന്നുണ്ട് ത്രൂ സ്ട്രീമിങ്ങിലൂടെ. ഞാനൊരു 1 മന്ത് നമുക്കൊരു 70,000 അല്ലെങ്കിൽ 1 lakh എനിക്ക് ഏൺ ചെയ്യുന്നുണ്ട്. ഞാൻ അടുത്ത മാസം ഒരാഴ്ച എനിക്ക് പനിയെടുത്ത് ഞാൻ വീട്ടിൽ കിടക്കുകയാണെങ്കിൽ ഈ ഇൻകം കുറയും. അപ്പോൾ വിഷയം എന്താ അറിയോ, ഈ 70,000 ആണ് എനിക്ക് പ്രീവിയസ് മന്ത് കിട്ടിയത്. അപ്പോൾ എൻ്റെ ഫുൾ ചിലവ് വരുന്നത് ഈ 70,000 സെറ്റ് ചെയ്യും. ഇത് ഇടിവ് വരുമ്പോഴത്തേക്ക് പിന്നെന്ത് ചെയ്യും? പക്ഷെ ഒരു സർക്കാർ, എൻ്റെ പ്രൊഫഷനിൽ തന്നെ സർക്കാരും ഉണ്ട് പ്രൈവറ്റും ഉണ്ട്, പബ്ലിക്കും ഉണ്ട് പ്രൈവറ്റും ഉണ്ട്. അപ്പോൾ അതിൽ പ്രൈവറ്റ് സെക്ടർ അഡ്വക്കേറ്റ്സാണ് ഞാൻ ജോലി. അപ്പോൾ ഏതൊരു സർക്കാർ അഡ്വക്കേറ്റ്സിനെ എടുത്തു നോക്കുന്നതിനേക്കാളും കൂടുതൽ എൻ്റെ സമ്പാദ്യമുണ്ട്. ഞാൻ പക്ഷേ അവരെക്കാളും 5 മടങ്ങ് അധികം സമ്പാദിക്കുന്നു എന്ന് ഇന്ന് എനിക്ക് അഭിമാനത്തോടു കൂടി പറയാം. പക്ഷേ ഈ പബ്ലിക് ആയിട്ടുള്ള ആ ഒരു പേര് ഡെസിഗ്നേഷൻ വരുന്ന സമയത്ത് സൊസൈറ്റിയുടെ വാല്യൂ, സോഷ്യൽ കണ്ടീഷനിങ്, അതൊക്കെ മൂലമുള്ള ആ ഒരു ഒരു കാര്യം പറയുമ്പം സുപ്രീം കോർട്ട് ലോയർ എന്ന് പറയുന്നതും
സാധാരണ ലോയർ തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ അവിടെയും ബബിയുടെ കേസിൽ ഡിഫറൻസ് ഉണ്ട്. ഉണ്ട്, എങ്കിലും ഞാൻ പറയുവാണ്. അപ്പം ആ ഒരു രീതിയിലേക്ക് ആൾക്കാർ പറയുമ്പോൾ നീ AOR ആണോ എന്ന് ചോദിക്കുന്ന ആ ഒരു AOR പോലും പ്രൈവറ്റ് സെക്ടറാണ്. അങ്ങനെയുള്ള കാര്യം പോലും അറിയാതെ നീ AOR ആണോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ എനിക്ക് അവരോടൊക്കെ പറയാനുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെയറിൽ ഇരുന്നിട്ടുള്ള ആ ഒരു കാലഘട്ടം കഴിഞ്ഞു. ആ ഒരു കാലഘട്ടം ചെയറിലിരുന്ന് തിരിയുന്ന അഡ്വക്കേറ്റ്സിനെ യൂണിഫോമിൽ 24 മണിക്കൂറും കാണുന്ന, കല്യാണത്തിന് പോകുമ്പോഴും വെള്ള ഷർട്ട് ഇട്ടിട്ടും ബ്ലാക്ക് പാൻറ് ഇട്ടിട്ടും പോകുന്ന അഡ്വക്കേറ്റ് ആണെന്ന് നെഞ്ചിൽ വലിയ രീതിയിൽ ഏതെങ്കിലും ഒരു മാർക്കിൽ അറിയിച്ചും കൊണ്ടിരിക്കുന്ന കാലഘട്ടമൊക്കെ കഴിഞ്ഞു വരേണ്ടിയിരിക്കുന്നു. അതിൽ നിന്നിട്ട് സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നിട്ട് അവരുടെ പ്രശ്നങ്ങൾ കുറച്ചുകൂടെ സർവീസിങ് മെന്റാലിറ്റി ഉള്ള ആൾക്കാരിലേക്ക് എത്തിപ്പെടുക. നമ്മൾ പറഞ്ഞുകൊണ്ട് തന്നെ അപ്പം ബേസിക്കലി ഈ ഒരു ജോബിൻ്റെയും അല്ലെങ്കിൽ ഒരു ജോലിയുടെ കൾച്ചർ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളിപ്പോൾ പറയുമ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റേ മലപ്പുറത്തെ ഏതെങ്കിലും ഒരു വീട്ടിനകത്തിരുന്ന് ഒരു ഗെയിം കളിച്ച ഒരു പയ്യൻ നേടുന്ന ലക്ഷങ്ങളാണ്. അപ്പം പൈസയല്ല, അവൻ്റെ ഫിനാൻഷ്യൽ ഫ്രീഡമാണ്. ഇപ്പോഴത്തെ ഒരു ഐഡിയ അതാണ്, പൈസ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് ഒരു തലമുറ മാറാൻ സാധിക്കുകയാണ്. ഒരു കൂട്ടം ആൾക്കാർ മാറാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നല്ലതാണ്. അപ്പം അത് മാറുന്നുണ്ട്. ഇനിയും അടുത്ത കാലത്ത് ഇനിയൊരു 10 വർഷം കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കത്തില്ല ഒരു ജോലിയുടെ സ്ട്രക്ചർ. നമ്മൾക്ക് ഇത്രയും ഇടുങ്ങി ജീവിക്കേണ്ട ആവശ്യമേ വരുന്നുണ്ടാവില്ല. അടുത്ത തലമുറ ചെറുപ്പത്തിലേ സമ്പാദിച്ചു തുടങ്ങിയിരിക്കുന്നു. വളരെ നല്ല പ്രോസസ്സാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പ്രോഗ്രസ്സിലൂടെ അവർ അതിനെ കൊണ്ടുപോകുന്നുണ്ട്.